എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഈ കർക്കിടക മാസം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് പറയാറുള്ളത് കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ്, ദാരിദ്ര്യത്തിൻ്റെ മാസം എന്നാണ്. അത് കേട്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം അത്രയും വളർന്നു വന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. കർക്കിടക മാസം എന്നാൽ പഞ്ഞമാസമല്ല, അത് ഹൈന്ദവരുടെ മാസമാണ്, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ മാസമാണ്, ഹൈന്ദവ ആചാരത്തിൻ്റെ മാസമാണ്, അതായത് രാമായണ മാസം. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും, ഹൈന്ദവ വിശ്വാസികളെ ഏവരും രാമായണ പാരായണം ചെയ്യുന്നു. അമ്പലങ്ങളിലും വീടുകളിലും രാവിലെയും സന്ധ്യാസമയവും രാമായണ പാരായണം ചെയ്യുന്നു. നമുക്ക് ഈ അഭിമാന മുഹൂർത്തം വിഭാവനം ചെയ്തത് പരംപൂജ്യനായ ശ്രീ പരമേശ്വർജിയാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ പ്രണാമം. നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ കവി വാൽമീകിയാണ്. ആദ്യത്തെ കാവ്യം രാമായണവും. രാമന്റെ അയനം, അതായത് യാത്ര, അതാണ് രാമായണം എന്ന നാമധേയത്തിൽ നാം ഒക്കെ അറിയുന്നത്, പാരായണം ചെയ്യുന്നത്. അനേകം കൈവഴികളുണ്ട് ഇതിന്. എങ്കിലും എല്ലാറ്റിനും മൂലം ആദ്യ കവിയായ വാൽമീകിയുടെ രാമായണം തന്നെ. രാമായണത്തിന്റെ കാലഘട്ടം നിർണയിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ ആദ്യ കാലത്ത് തന്നെ രാമായണത്തിന് 3 ഉറവിടങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാൽമീകി രാമായണം തന്നെ. എന്താണ് രാമായണ മഹാത്മ്യം? പണ്ട് ബ്രഹ്മാവ് രചിച്ച ശ്രീരാമായണത്തിന് 100 കോടി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് ഭൂമിയിൽ അതില്ല. കുറച്ചു നാൾ മുമ്പ് ഒരു കാട്ടാളൻ രാമനാമം ജപിച്ച് മഹർഷിയായി തീർന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് ഭൂമിയിലുള്ള ജീവികൾക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി മോക്ഷദായകമായി രാമായണം നിർമ്മിക്കാൻ കൽപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ മകനായ നാരദൻ രാമായണം ഉപദേശിച്ചു. അതനുസരിച്ച് വാഗ്ദേവത വാൽമീകിയുടെ നാവിൽ വിളയാടി. അതുപോലെ തന്നെ എൻ്റെ നാവിലും വാഗ്ദേവി വിളയാടണമേ എന്ന് ചൊല്ലുവാൻ എനിക്ക് നാണമാകും. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല ഞാൻ എന്നോർത്ത് കൃപയോടെ എന്നോട് ക്ഷമിച്ചാൽ. ആധ്യാത്മിക കാര്യങ്ങളെ പ്രകാശിച്ചു തരുന്ന ശ്രീ പരമേശ്വര പ്രാപ്തമായ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയ ഈ ആധ്യാത്മ രാമായണം അധ്യയനം ചെയ്യുന്ന മനുഷ്യർക്കെല്ലാം ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കുമെന്നത് നിസ്തർക്കം തന്നെ. എത്രയും ചുരുക്കി ഞാൻ രാമായണ മഹാത്മ്യം പറയാം. നിങ്ങൾ ഭക്തി പുരസ്സരം കേട്ടുകൊണ്ടാൽ രാമായണ കഥയെക്കുറിച്ച് അറിവുള്ളവർ വീണ്ടും ഈ കഥ കേട്ടാൽ സംസാര ബന്ധനങ്ങളിൽ നിന്നും ഉടൻ ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിനായി ബ്രഹ്മാദികളായ ദേവഗണങ്ങൾ ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് മോചനം ലഭിക്കും. പാലാഴിയിൽ ആദിശേഷ ശായിയായി യോഗനിദ്ര ചെയ്തിരുന്ന വിഷ്ണു സൂര്യവംശത്തിലെ ദശരഥന്റെ മകനെ ഭൂജാതനെ രാവണാദികളായ രാക്ഷസന്മാരെ യമപുരിയിലേക്ക് അയച്ച് ആദ്യത്തെ ബ്രഹ്മപാദം പോകിയ വേദാന്തവേദ്യനായ സീതാപതിയുടെ പാദം ഞാൻ വന്നു.